Hi everyone, welcome to KTU Classroom by Neenu. Today we will discuss about the pipeline. നമ്മളൊരു നോർമൽ പ്രോസസ്സർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എങ്ങനെയായിരിക്കും ഒരു സീക്വൻഷ്യൽ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു സീക്വൻഷ്യൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by 1 ആയിട്ട് ഓരോ ഇൻസ്ട്രക്ഷൻസും എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ ഒരു പാർട്ട്. ഓക്കെ, അതിനാണ് നമ്മൾ സീക്വൻഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നോർമൽ ഒരു പ്രോസസ്സർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എങ്ങനെയാണ് ആ ഒരു സീക്വൻഷ്യൽ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക? നമുക്കറിയാം, ദ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ വിൽ ബി എക്സിക്യൂട്ടഡ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ സെക്കൻഡ് വൺ വിൽ ബി എക്സിക്യൂട്ടഡ് ആൻഡ് സോ ഓൺ. ഓക്കെ, ദെൻ ആ ഒരു പ്രോസസ്സറിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈപ്പ് ലൈനിങ് എന്നൊരു കൺസെപ്റ്റിലേക്ക് പോകുന്നത്. ഓക്കെ, ദെൻ ഒരു പൈപ്പ് ലൈൻ ആർക്കിടെക്ചർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ദർ വിൽ ബി എ കളക്ഷൻ ഓഫ് പ്രോസസ്സിംഗ് സെഗ്മെൻറ്റ്സ്. ഓക്കെ, അതായത് ഒരു സിംഗിൾ പ്രോസസ്സർ എന്നുള്ളൊരു കൺസെപ്റ്റിന് പകരം ദർ വിൽ ബി എ കളക്ഷൻ ഓഫ് സെഗ്മെൻറ്റ്സ് സച്ച് ദാറ്റ് ഈച്ച് സെഗ്മെൻറ്റ് വിൽ പെർഫോം എ സബ് ഓപ്പറേഷൻ. എന്താണ് ഈ സബ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. We know that the program instructions are stored in the memory. First, the processor has to fetch the instructions from the memory. Okay, then first sub operation is fetching. ഓക്കെ, ദെൻ നെക്സ്റ്റ് സബ് ഓപ്പറേഷൻ എന്തായിരിക്കും? നമ്മൾ ആ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷനകത്ത് 2 പാർട്ടായിരിക്കും മെയിനായിട്ട് ഉണ്ടായിരിക്കുക. ദ ഫസ്റ്റ് പാർട്ട് വിൽ ബി ദ ഓപ്പ് കോഡ് ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഈസ് ഓപ്പറാൻഡ്. ഓക്കെ, ആൻഡ് ദ പ്രോസസ്സർ ഹാസ് ടു ഡീകോഡ് ദ ഫെച്ച്ഡ് ഇൻസ്ട്രക്ഷൻ. ദെൻ ആ ഒരു ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷനകത്ത് എന്താണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏത് ഓപ്പറാൻസിലാണ് ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടതെന്ന് ഡീകോഡ് ചെയ്തെടുക്കലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്, വിച്ച് ഈസ് ദ ഡീകോഡ് സബ് ഓപ്പറേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് സബ് ഓപ്പറേഷൻ എന്താണ്? വിച്ച് ഈസ് എക്സിക്യൂട്ട്. അതായത് നമ്മൾ ഓൾറെഡി ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു ഡീകോഡ് ചെയ്ത ഇൻസ്ട്രക്ഷനെ അവർ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷൻ അവിടെ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സബ് ഓപ്പറേഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ ആഫ്റ്റർ ദ എക്സിക്യൂഷൻ എ റിസൾട്ട് വിൽ ബി ദാറ്റ് റിസൾട്ട് ഹാസ് ടു ബി stored either in the registers or in memory location. So the last sub operation will be write operation. അതായത് നമ്മളൊരു ഏത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിലും അതിനകത്ത് ബേസിക്കലി 4 ഡിഫറെൻറ്റ് സബ് ഓപ്പറേഷൻസ് ആണ് വരുന്നുണ്ടായിരിക്കുക. ആൻഡ് ഇൻ ദ പൈപ്പ് ലൈൻ ആർക്കിടെക്ചർ there will be a collection of segments such that each segment will perform a sub operation. അതായത് ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യാം. ദിസ് ഈസ് എ പൈപ്പ് ലൈൻ ഹാർഡ്വെയർ ഓർഗനൈസേഷൻ. ഇതിനകത്ത് മെയിനായിട്ട് 4 യൂണിറ്റ്സ് ആണ് വരുന്നത്, F, D, E and W. The unit F perform the fetching of the instruction and the next unit is decoding the instruction and fetching the operands, and the third one is executing the operation, and the fourth stage will write the result. Okay, these are the 4 units or 4 segments that we can see in the pipeline architecture. Okay, then ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഓരോ യൂണിറ്റും ഒരു ഡെഡിക്കേറ്റഡ് ടാസ്ക് ആണ് പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിൻ്റെ റിസൾട്ട് നെക്സ്റ്റ് യൂണിറ്റിലോട്ട് പാസ് ചെയ്യുന്നുണ്ടായിരിക്കും ത്രൂ ആൻ ഇന്റർ സ്റ്റേജ് ബഫർ. ഓക്കെ, ഒരു ബഫറിൽ കൂടെ ഓരോ സെഗ്മെൻറ്റിനകത്ത് റിസൾട്ടും നെക്സ്റ്റ് സെഗ്മെൻറ്റിലോട്ട് പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, so we can say that in a pipeline architecture there will be a collection of segments and each segment will perform a particular sub operation and all the segments will work simultaneously. Okay, that is parallel or concurrent operation ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടായിരിക്കും. And also the result produced in a particular segment will be transferred to the very next segment. Okay, then let's see the instruction execution in a 4-stage pipeline architecture. Here you can see the 4 different stages. This is the first stage, second, third and fourth stage. Okay, the first segment is a fetching segment and the second one is a decoding segment, third one is execution unit and fourth one is write unit. Okay, then same segments തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. Then let's see how the instructions are executed in this 4-stage pipeline architecture. Okay, here you can see the clock cycles. In the first clock cycle the first instruction will be fetched. Okay, നമുക്കറിയാം program instructions are stored in the memory and we have to fetch the instructions before executing it, isn't it? Then first instruction will be fetched in the first clock cycle. Then second clock cycle-നകത്ത് എന്താണ് സംഭവിക്കുന്നുണ്ടായിരിക്കുക? നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തിട്ടുണ്ട്. ദാറ്റ് പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ വിൽ ബി ഡീകോഡഡ് ആൻഡ് ഓൾസോ ദ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ വിൽ ബി ഫെച്ച്ഡ്. And in the third clock cycle the first instruction is executed, second instruction is decoded and the third instruction is fetched. ഓക്കെ, അതായത് സെക്കൻഡ് ക്ലോക്ക് സൈക്കിളിൽ നമുക്കറിയാം ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ ഡീകോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ്റെ ഫെച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ദെൻ തേർഡ് സൈക്കിൾ വരുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നുണ്ടായിരിക്കും? അവിടെ ഡീകോഡിങ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓൾസോ ദ ഫെച്ച്ഡ് സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ വിൽ ബി ഡീകോഡഡ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു പുതിയ ഇൻസ്ട്രക്ഷൻ തേർഡ് ഇൻസ്ട്രക്ഷൻ ഇവിടെ ഫെച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഫോർത്ത് ക്ലോക്ക് സൈക്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ദ റിസൾട്ട് ഓഫ് എക്സിക്യൂഷൻ ഓഫ് ദ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ വിൽ ബി റിട്ടേൺ ബാക്ക് and the second instruction will be executed, third instruction will be decoded and the fourth instruction will be fetched. Okay, here in this fourth cycle we can say that the pipeline is filled. നമുക്കറിയാം നമ്മൾ 4 സ്റ്റേജിൻ്റെ ഒരു പൈപ്പ് ലൈൻ ആർക്കിടെക്ചറാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ 4 സ്റ്റേജസും വർക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? ഈ ഒരു ഫോർത്ത് ക്ലോക്ക് സൈക്കിൾ വരുന്ന സമയത്താണ് 4 സ്റ്റേജും ഫിൽ ആവുന്നത് അല്ലേ. ഓൾസോ ഇൻ ദിസ് ഫോർത്ത് ക്ലോക്ക് സൈക്കിൾ വി ക്യാൻ സേ ദാറ്റ് ദ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് എക്സിക്യൂട്ടഡ് കംപ്ലീറ്റ്ലി.
Okay, then in the fifth clock cycle, what will happen? The result of the second instruction will be returned back, the third instruction will be executed, and the fourth instruction is decoded. Okay, that is, you can see that in the fifth clock cycle, the execution of the second instruction is completed. Okay, here also you can see that in the sixth clock cycle, an instruction execution is completed. Okay, in the seventh clock cycle, the result of execution of the fourth instruction will be returned back to the memory or register. Okay, ഇവിടെ ഈ ഒരു ഫോർത്ത് ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതായിരുന്നു. സെവൻത്ത് ക്ലോക്ക് സൈക്കിൾ വരുമ്പോഴത്തേക്കും ആ ഒരു ഒബ്റ്റെയിൻ ചെയ്ത റിസൾട്ട് റൈറ്റ് ചെയ്യാണ് ചെയ്യുന്നുണ്ടായിരിക്കാം. Okay, then you can see that in the seventh clock cycle also an instruction execution is completed. Okay, അതായത് after filling the pipeline in each clock cycle an instruction execution is completing. അതായത് ഈ ഒരു 4 സ്റ്റേജ് പൈപ്പ് ലൈൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് 4 ക്ലോക്ക് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് പൈപ്പ് ലൈൻ ഫുള്ളി ഫിൽഡ് ആണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഓരോ ക്ലോക്ക് പൾസ് വരുന്ന സമയത്തും ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന് പകരം നമ്മളൊരു നോർമൽ പ്രോസസ്സറാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു എക്സിക്യൂഷൻ എങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക? അവിടെയാണെങ്കിലും നോർമൽ പ്രോസസ്സർ ആണ് എങ്കിലും നമുക്ക് ഈ 4 സ്റ്റേജസ് തന്നെയാണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനിൽ വരുന്നത്. ഫസ്റ്റ് നമുക്ക് ആ ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യണം, ദെൻ ഡീകോഡ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം, അതിൻ്റെ റിസൾട്ട് റൈറ്റ് ചെയ്യണം. ദെൻ നമ്മളൊരു നോർമൽ പ്രോസസ്സർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സീക്വൻഷ്യൽ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ഈ ഒരു 4 ഓപ്പറേഷൻ പെർഫോം ചെയ്തതിന് ശേഷം നെക്സ്റ്റ് 5th 6th 7th 8th എന്ന് പറയുന്ന സൈക്കിൾസിൽ എന്തൊക്കെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക? സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ്റെ 4 സബ് ഓപ്പറേഷനും കംപ്ലീറ്റ് ചെയ്യും. 8th എന്ന് പറയുന്ന ക്ലോക്ക് സൈക്കിളിലായിരിക്കും സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ തേർഡ് ഇൻസ്ട്രക്ഷൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം? 9th ക്ലോക്ക് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും തേർഡ് ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അഗെയിൻ 4 ക്ലോക്ക് സൈക്കിൾസ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് തേർഡ് ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ ആ ഒരു ടൈം ഡിലേ കൺസിഡർ ചെയ്യുക. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 4ാമത്തെ ക്ലോക്ക് സൈക്കിളിൽ പൈപ്പ് ലൈൻ ഫിൽഡായി. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇൻ ഈച്ച് ക്ലോക്ക് സൈക്കിൾ വി ആർ ഗെറ്റിംഗ് ആൻ ഔട്ട്പുട്ട്. ഓക്കെ, ഓരോ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ദാറ്റ് ഈസ് ദ പ്രോസസ്സിംഗ് സ്പീഡ് വിൽ ബി മച്ച് ഹയർ കമ്പയർഡ് ടു ദ നോർമൽ പ്രോസസ്സർ. ദെൻ ഈ ഒരു ഫിഗറിനകത്ത് ഒരു 4 സെഗ്മെൻറ്റ് പൈപ്പ് ലൈൻ സ്ട്രക്ചറാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് പൈപ്പ് ലൈൻ സ്ട്രക്ചർ. ഇവിടെ നമ്മൾ 4 ബേസിക് സബ് ഓപ്പറേഷൻസ് ആണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്: ഫെച്ചിങ്, ഡീകോഡിംഗ്, എക്സിക്യൂട്ടിംഗ് ആൻഡ് റൈറ്റിംഗ് ദ റിസൾട്ട് ബാക്ക്. ഓക്കെ, ദെൻ ഓരോ സബ് ഓപ്പറേഷൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സെഗ്മെൻ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓൾ ദീസ് സെഗ്മെൻറ്റ്സ് ആർ കണക്റ്റഡ് ടു ദ നെക്സ്റ്റ് സെഗ്മെൻറ്റ് ത്രൂ എ ബഫർ. ഓക്കെ, ദെൻ ഇതിനകത്ത് ഓരോ സിംഗിൾ സെഗ്മെൻറ്റും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇന്റേണലി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 1 or 2 ഇൻപുട്ട് രജിസ്റ്റർ ആൻഡ് എ കോമ്പിനേഷണൽ സർക്യൂട്ട്. ഓക്കെ, ദ ഇൻപുട്ട് രജിസ്റ്റേഴ്സ് വിൽ ഹോൾഡ് ദ ഡാറ്റ. ആ ഒരു സെഗ്മെൻറ്റിനകത്തോട്ട് വരുന്ന ഇൻപുട്ട് ഡാറ്റേനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 or 2 ഇൻപുട്ട് രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ ദർ വിൽ ബി എ കോമ്പിനേഷണൽ സർക്യൂട്ട് വിച്ച് വിൽ പെർഫോം ദ സ്പെസിഫൈഡ് ഓപ്പറേഷൻ ഓഫ് എ പെർട്ടിക്കുലർ സെഗ്മെൻറ്റ്. ഓക്കെ, ദെൻ ഓൾ ദ ഇൻപുട്ട് രജിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ടു എ കോമൺ ക്ലോക്ക്. ഒരു കോമൺ ക്ലോക്ക് സിഗ്നലായിരിക്കും എല്ലാ ഇൻപുട്ട് രജിസ്റ്റേഴ്സിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ആൻഡ് ഓൾ ദ രജിസ്റ്റേഴ്സ് വിൽ മോഡിഫൈ ഇറ്റ്സ് കണ്ടന്റ് ഡ്യൂറിങ് ഈച്ച് ക്ലോക്ക് പൾസ്. ഓരോ ക്ലോക്ക് വരുന്ന സമയത്തും രജിസ്റ്റർ കണ്ടന്റ് മോഡിഫൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. Also, the combinational circuit in each segment will transfer its output to the input register of the very next stage. അതായത് നമുക്കറിയാം ഒരു സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഇൻപുട്ട് രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, കോമ്പിനേഷണൽ സർക്യൂട്ട് ഉണ്ടായിരിക്കും. ആ ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് ഈ ഒരു സെഗ്മെൻറ്റ് എന്ത് ഫംഗ്ഷനാണോ പെർഫോം ചെയ്യേണ്ടത് ആ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ ആ ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് നെക്സ്റ്റ് സ്റ്റേജിൻ്റെ ഇൻപുട്ട് രജിസ്റ്റേഴ്സിലേക്ക് പാസ് ചെയ്യാണ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ ഇതൊരു സിംപ്ലസ്റ്റ് പൈപ്പ് ലൈൻ സ്ട്രക്ചറാണ്. നെക്സ്റ്റ് നമുക്കൊരു ടാസ്ക് കൺസിഡർ ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പൈപ്പ് ലൈൻ സ്ട്രക്ചർ എങ്ങനെയാണ് വരാമെന്ന് നോക്കാം. കൺസിഡർ ദ ഓപ്പറേഷൻ AI into BI plus CI for I is equal to 1, 2, 3 etc. up to 7. ഓക്കെ, അതായത് ഇവിടുത്തെ ഓപ്പറേഷൻ എന്താണ്? AI, BI എന്ന് പറഞ്ഞ 2 ഇൻപുട്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ ആ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ CI എന്നുള്ളൊരു തേർഡ് ഇൻപുട്ട് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ വി കൻ നോട്ട് പെർഫോം ദിസ് ഓപ്പറേഷൻ ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ബിക്കോസ് വി ഹാവ് ടു ആഡ് CI വിത്ത് ദ റിസൾട്ട് ഓഫ് AI into BI. അതായത് AI into BI എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ടേം ജനറേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു റിസൾട്ടിൻ്റെ കൂടെയാണ് നമുക്ക് CI എന്ന് പറഞ്ഞ തേർഡ് ഇൻപുട്ട് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ വി ഹാവ് ടു കൺസിഡർ ദിസ് ഓപ്പറേഷൻ ഇൻ ടു 2 സബ് ഓപ്പറേഷൻസ്. ദ ഫസ്റ്റ് സബ് ഓപ്പറേഷൻ വിൽ ബി AI into BI and the second operation will be the product plus CI. Then 2 സബ് ഓപ്പറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ 2 സെഗ്മെൻറ്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. This is the first segment of the pipeline. That is, it include 2 input registers R1, R2 and a combinational circuit multiplier. Then the second operation will be the addition operation and the corresponding segment is given here. That is, it include the register R3 and R4 and the combinational circuit which is adder circuit. Okay, because we have to perform the addition operation. ദെൻ 2 സബ് ഓപ്പറേഷൻസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആഡറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഈ ഒരു ഫൈനൽ റിസൾട്ട് ആയിരിക്കും അവൈലബിൾ ആയിരിക്കുന്നത്. വി ഹാവ് ടു സ്റ്റോർ ദാറ്റ് റിസൾട്ട് ഇൻ എ രജിസ്റ്റർ. സോ
Consider the third segment. It include only a register R5. There is no combinational circuit because there is no operation left. Okay. Then ഈ രണ്ട് സെഗ്മെൻറ്റ്സിൻ്റെ വർക്കിംഗ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. That is the AI will be loaded to the register R1 and BI will be loaded to the register R2. Okay. AI into R1 and BI will be loaded into the register R2. Okay, then considering the second segment, we can see that the output of the multiplier, that is the product term, will be loaded to the register R3 and CI, that is the third input, will be loaded to the register R4. Okay, that is given here, that is CI is loading to the register R4, R1 into R2. That is the product of content of the register R1 and R2 will be loaded to the register R3. Okay, then final result will be available at the output of the adder. It should be loaded to a register R5. Okay. That is the sum R3 plus R4, which is the output of the adder, is loading to the register R5. Okay, this is how this pipeline structure will operate. And now let's see how the register contents are modified in each clock cycle. Okay. Here in this table we can see how the register contents are modified depending on the clock. Okay, here this is the clock pulses 1, 2, 3, 4 etc. Then the segment registers are given here. In the segment 1 we know that the two input registers are R1 and R2, and in the segment 2, this is the segment 2, the input registers are R3, R4. Okay, then considering the segment 3, the input register will be R5. Okay, all the registers are represented here. Now let's see how these register contents are modifying depending on the clock. Okay, during the first clock, the first two inputs A1 and B1 will be loaded to the registers R1, R2. Okay, first clock pulse വരുന്ന സമയത്ത് രണ്ട് ഇൻപുട്ട്സ് A1, B1 എന്ന് പറയുന്ന ഫസ്റ്റ് രണ്ട് ഇൻപുട്ട്സ് ഈ രണ്ട് രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് ദ മൾട്ടിപ്ലയർ വിൽ പെർഫോം എ മൾട്ടിപ്ലിക്കേഷൻ and it will produce the output A1 into B1 after a propagation delay. Okay, നമുക്കറിയാം എല്ലാ രജിസ്റ്റേഴ്സിലേക്കും നമ്മൾ കോമൺ ആയിട്ടൊരു സിംഗിൾ ക്ലോക്ക് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. And the time period of the clock pulse will be such that each segment can perform its sub operation within that time period. അതായത് ഒരു ക്ലോക്ക് പൾസ് വന്നിട്ട് നെക്സ്റ്റ് ക്ലോക്ക് പൾസ് വരുന്നതിന് മുൻപ് തന്നെ ഒരു സെഗ്മെന്റിന്റെ കംപ്ലീറ്റ് ഓപ്പറേഷൻ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്ലോക്ക് പൾസ് വരുന്ന സമയത്ത് A1, B1 എന്ന് പറഞ്ഞ രണ്ട് ഡാറ്റാസ് R1, R2 രജിസ്റ്ററിനകത്തേക്ക് ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ക്ലോക്ക് പൾസ് വരുന്നതിന് മുൻപ് തന്നെ ഈ ഒരു മൾട്ടിപ്ലയർ അവിടെ പ്രോഡക്റ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് ക്ലോക്ക് പൾസ് വരുന്ന സമയത്ത് എന്താണ് അവിടെ നടക്കുന്നുണ്ടായിരിക്കുക? ഡ്യൂറിംഗ് ദ സെക്കൻഡ് ക്ലോക്ക് pulse, the product which is available at the multiplier output will be loaded to the register R3 and the third input C1 will be loaded to the register R4. ഓക്കെ, ഓൾറെഡി ഫസ്റ്റ് ക്ലോക്ക് പീരീഡിൽ തന്നെ ഇവിടെ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. സെക്കൻഡ് ക്ലോക്ക് പൾസ് വരുന്ന സമയത്ത് ആ ഒരു പ്രോഡക്റ്റ് ഈ രജിസ്റ്ററിൽ കോപ്പി ആവുന്നുണ്ടായിരിക്കും. C1 എന്ന് പറയുന്ന തേർഡ് ഇൻപുട്ട് R4 കോപ്പി ആവുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ക്ലോക്ക് പീരീഡ് കഴിയുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ആഡർ ഇവിടെ സമ്മ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. R3 പ്ലസ് R4 എന്ന് പറയുന്ന ഒരു സമ്മ് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റേജിൽ അനദർ ഒരു ഓപ്പറേഷൻ കൂടെ നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ടു രജിസ്റ്റേഴ്സ് R1 ആൻഡ് R2 ആർ ഫ്രീ നൗ. So it is loaded with a new information A2, B2. Then consider the third clock pulse. We know that during the second clock period, the adder has already produced the sum. Okay, ഇവിടെ ഓൾറെഡി സെക്കൻഡ് ക്ലോക്ക് പീരീഡിനകത്ത് തന്നെ ഇവിടെ ഒരു സമ്മ് ഇവിടെ ജനറേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആ ഒരു സമ്മ് ഈ R5 രജിസ്റ്ററിനകത്തേക്ക് കോപ്പി ആവാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, തേർഡ് ക്ലോക്ക് പൾസിൽ R5 എന്ന് പറയുന്ന രജിസ്റ്ററിനകത്തേക്ക് ആഡർ ജനറേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സമ്മ് ലോഡ് ആവാണ്. ആഡറിൻ്റെ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കുന്നുണ്ടായിരിക്കുക? A1 into B1 plus C1. Okay, then also the register content R3 and R4 are modified. R3 will be equal to the output of the multiplier, which is A2 into B2. Okay, R3 will be equal to A2 into B2 and R4 will be equal to C3. And also the input registers within the first segment are modified such that R1 will be equal to A3 and R2 will be equal to B3. Okay, then ഈ ഒരു തേർഡ് ക്ലോക്ക് പൾസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് you can see that the pipe is filled. All the register contents are modified. Okay, and another thing is that the first output is available in the തേർഡ് ക്ലോക്ക് പൾസ്. തേർഡ് ക്ലോക്ക് പൾസ് വന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഔട്ട്പുട്ട് അവൈലബിൾ ആയി A1, B1 പ്ലസ് C1. ഓക്കെ, ഈ ഒരു തേർഡ് ക്ലോക്ക് പൾസിൽ പൈപ്പ് ഫില്ലായി കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഓരോ ക്ലോക്ക് പൾസിലും അവിടെ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദറ്റ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് പൈപ്പ് ലൈൻ സ്ട്രക്ചർ. Okay, considering the fourth cycle, you can see that the register content of R5 will be A2, B2 plus C2. And also R3 and R4 modified such that R3 will be equal to A3, B3 and R4 is equal to C3. Okay, also the registers R1, R2 are loaded with the new inputs
A4 B4. ഓക്കെ, ദെൻ ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് പോവുകയാണ്. ഓരോ ക്ലോക്ക് പീരീഡിലും നമുക്ക് ഓരോ ഔട്ട്പുട്ട്സ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് AI ഇൻറ്റു BI പ്ലസ് CI ഈസ് പെർഫോംഡ് ഫോർ I ഈസ് ഈക്വൽ ടു 1 2 3 4 എക്സെട്ര അപ് ടു 7. ഓക്കെ, next we will see the space-time diagram of a pipeline structure. Okay, this space-time diagram will give the behavior of the pipeline. That is, this diagram shows how the segments are utilized as a function of time. Here, this is an example for space-time diagram. ഈ ഒരു എക്സാമ്പിളിനകത്ത് ഇവിടെ 4 സെഗ്മെന്റ്സ് ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു പൈപ്പ് ലൈനകത്ത് 4 ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യേണ്ടത്. ഓരോ ഓപ്പറേഷനും കറസ്പോണ്ടിങ് ആയിട്ട് അവരുടെ ഒരു സെഗ്മെന്റ് അവൈലബിൾ ആയിരിക്കും. ദെൻ ദ സെഗ്മെന്റ്സ് ആർ പ്ലേസ്ഡ് ഇൻ എ ഓർഡർ ഇൻ വിച്ച് ദ ഓപ്പറേഷൻ ഹാസ് ടു ബി എക്സിക്യൂട്ടഡ്. ഓക്കെ, നമുക്ക് ഏത് ഓർഡറിലാണോ ഓപ്പറേഷൻസ് ഈ 4 ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ ഒരു ഓർഡറിലായിരിക്കും ഈ സെഗ്മെന്റ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഫസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഗ്മെന്റ് ആയിരിക്കും സെഗ്മെന്റ് 1 എന്ന് പറയുന്നത്. ലാസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഗ്മെന്റ് ആണ് ഈ സെഗ്മെന്റ് 4 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ക്ലോക്ക് സൈക്കിൾസ്. ഹിയർ യു ക്യാൻ സീ ദ നമ്പേഴ്സ് 1 2 3 4 എക്സെട്ര. ദെൻ ദിസ് 1 ഇൻഡിക്കേറ്റ് ദ ഫസ്റ്റ് ക്ലോക്ക് സൈക്കിൾ ആൻഡ് ദിസ് 2 ഇൻഡിക്കേറ്റ് ദ സെക്കൻഡ് ക്ലോക്ക് സൈക്കിൾ ആൻഡ് സോ ഓൺ. ഓക്കെ, ദെൻ ഫ്രം ദിസ് സ്പേസ് ടൈം ഡയഗ്രാം വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ ദ സെഗ്മെന്റ്സ് ഓഫ് ദ പൈപ്പ്ലൈൻ ആർ യൂട്ടിലൈസ്ഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ദെൻ ഇൻ ദിസ് എക്സാമ്പിൾ വി ആർ കൺസിഡറിംഗ് 6 ഡിഫറെന്റ് ടാസ്ക് T1 T2 T3 T4 എക്സെട്ര അപ് ടു T6. ദെൻ ഫസ്റ്റ് ക്ലോക്ക് സൈക്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ദ ടാസ്ക് T1 ഈസ് ഹാൻഡിൽഡ് ബൈ ദ സെഗ്മെന്റ് 1. Then after that in the second clock cycle you can see that this task 1 is handled by the segment 2. അതായത് നമുക്കറിയാം ഓരോ സെഗ്മെന്റ്സും ഓരോ ഓപ്പറേഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് ടാസ്കിൽ ആ ഒരു ഫസ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞു. ദെൻ ആ ഒരു ടാസ്ക് നെക്സ്റ്റ് സെഗ്മെന്റിലോട്ട് പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് സെക്കൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. Then after that in the third clock cycle this same task T1 is passed to the third segment. That is the third operation is performing in the third clock cycle. Then in the fourth clock cycle you can see that the task 1 is handled by the segment 4. That is, in the fourth clock cycle, the task 1 is entered in its last stage of execution. Then, ഈ ഒരു ഫോർത്ത് ക്ലോക്ക് സൈക്കിൾ കഴിയുമ്പോഴത്തേക്കും ടാസ്ക് 1 എന്ന് പറയുന്നത് 4 സെഗ്മെന്റ്സിൽ കൂടിയും പാസ് ചെയ്തിട്ടുണ്ട്. അവിടെ 4 ഓപ്പറേഷൻസും പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ടാസ്ക് 1 ഈസ് എക്സിക്യൂട്ടഡ് കംപ്ലീറ്റ്ലി. ഓക്കെ, ദെൻ ഈ ഒരു സെക്കൻഡ് ക്ലോക്ക് സൈക്കിൾ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ദ ടാസ്ക് 1 ഈസ് ഹാൻഡിൽഡ് ബൈ ദ സെഗ്മെന്റ് 2. സോ ദ സെഗ്മെന്റ് 1 ഈസ് ഫ്രീ. സോ ദ സെഗ്മെന്റ് 1 ഈസ് ഹാൻഡ്ലിംഗ് എ ന്യൂ ടാസ്ക് വിച്ച് ഈസ് ടാസ്ക് 2. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു തേർഡ് ക്ലോക്ക് സൈക്കിൾ നോക്കുകയാണെങ്കിൽ ടാസ്ക് 1 ഈസ് ഹാൻഡിൽഡ് ബൈ ദ സെഗ്മെന്റ് 3. Then the segment 2 and segment 1 are handling the remaining task 2 and task 3. Okay, then ഈ ഒരു ഫോർത്ത് ക്ലോക്ക് സൈക്കിളിൽ പൈപ്പ് ഫിൽഡ് ആണ്. അതായത് നമുക്കറിയാം 4 സെഗ്മെന്റ്സ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള. ഈ 4 സെഗ്മെന്റ്സും ഈ ഒരു ഫോർത്ത് ക്ലോക്ക് സൈക്കിളിൽ വർക്കിംഗ് ആണ്. ദാറ്റ് ഈസ് ദ പൈപ്പ് ഈസ് ഫിൽഡ് ഇൻ ദ ഫോർത്ത് ക്ലോക്ക് സൈക്കിൾ ആൻഡ് ദ ഫസ്റ്റ് ടാസ്ക് ഈസ് കംപ്ലീറ്റഡ് ഇൻ ദ ഫോർത്ത് ക്ലോക്ക് സൈക്കിൾ. ഓക്കെ, നാലാമത്തെ ക്ലോക്ക് സൈക്കിൾ നോക്കുകയാണെങ്കിൽ പൈപ്പ് ഫിൽഡ് ആണ്, എല്ലാ സെഗ്മെന്റ്സും വർക്കിംഗ് ആണ്. ദെൻ ഫസ്റ്റ് ടാസ്ക് അവിടെ കംപ്ലീറ്റഡ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു ഫിഗറിനകത്ത് നോക്കിയാൽ കാണാം 4 സെഗ്മെന്റ് ഉള്ളൊരു പൈപ്പ് ലൈൻ സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ അതിനകത്ത് ഒരു ഫസ്റ്റ് ഔട്ട്പുട്ട് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് 4 ക്ലോക്ക് സൈക്കിൾസ് ആണ് വേണ്ടി വന്നത്. ഓക്കെ, ജനറലായിട്ട് പറയുകയാണെങ്കിൽ K സെഗ്മെന്റ്സ് ഉള്ള ഒരു പൈപ്പ് ലൈൻ സ്ട്രക്ചറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ഫസ്റ്റ് ഔട്ട്പുട്ട് വരാൻ വേണ്ടിയിട്ട് വി നീഡ് K ക്ലോക്ക് സൈക്കിൾസ് ഓഫ് ഓപ്പറേഷൻ. Then after this fourth clock cycle you can see that in each coming clock cycle we are getting a task completed. അതായത് 5th clock cycle ടാസ്ക് 2 കംപ്ലീറ്റഡ് ആയിരിക്കും, 6th clock cycle ടാസ്ക് 3 കംപ്ലീറ്റഡ് ആയിരിക്കും, 7th clock cycle ടാസ്ക് 4, 8th clock cycle ടാസ്ക് 5 ആൻഡ് 9th clock cycle ഫൈനൽ ടാസ്ക് 6 കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, അതായത് നമ്മളൊരു N ടാസ്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു K സെഗ്മെന്റ് പൈപ്പ് ലൈൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ K ക്ലോക്ക് സൈക്കിൾസ് കഴിയുന്ന സമയത്ത് ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റഡ് ആയിരിക്കും. അതിനുശേഷം വരുന്ന ഓരോ ക്ലോക്ക് സൈക്കിളും അവിടെ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ദെൻ നമുക്കൊരു ജനറൽ എക്സ്പ്രഷനിലേക്ക് പോവാം. Let's see a comparison of the execution speed in pipeline and non-pipeline structure. Okay, first consider the pipeline circuit. We are considering a pipeline structure of K segments. ഒരു K segment അല്ലെങ്കിൽ K functions പെർഫോം ചെയ്യുന്ന ഒരു പൈപ്പ്ലൈൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ അതിനകത്ത് K segments അവൈലബിൾ ആണ്. ആ ഒരു K segment പൈപ്പ്ലൈൻ യൂസ് ചെയ്തിട്ട് നമ്മൾ N ടാസ്ക്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആൻഡ് ദ ടൈം പീരീഡ് ഓഫ് ഈച്ച് ക്ലോക്ക് സൈക്കിൾ ഈസ് TP. ഓക്കെ, അവിടെ K segments അവൈലബിൾ ആണ്. K സെഗ്മെന്റുള്ള ഒരു പൈപ്പ്ലൈൻ യൂസ് ചെയ്തിട്ട് N ടാസ്ക്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. ദെൻ ഓരോ ക്ലോക്ക് സൈക്കിളിൻ്റെയും ടൈം പീരീഡ് എന്ന് പറയുന്നത് TP ആണ്. ഓക്കെ, ദെൻ ഫസ്റ്റ് ടാസ്ക് എപ്പോഴായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം? ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 4 സെഗ്മെന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? 4 ക്ലോക്ക് സൈക്കിൾസ് കഴിയുമ്പോഴായിരിക്കും ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റഡ് ആവുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ജനറലി പറയുകയാണെങ്കിൽ K സെഗ്മെന്റ്സ് ഉള്ള ഒരു പൈപ്പ് ലൈൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? K ക്ലോക്ക് സൈക്കിൾസ് കഴിയുമ്പോഴാണ്. ഓക്കെ, ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ക്ലോക്ക് സൈക്കിളിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് TP ആണ്. ദെൻ ദ ഫസ്റ്റ് ടാസ്ക് വിൽ ബി കംപ്ലീറ്റഡ് അറ്റ് എ ടൈം ഓഫ് KTP.
Okay, K is the number of a segment and TP is the time period of the clock. Okay, then the first task is completed in KTP. Then remaining n minus 1 ടാസ്ക് നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്ന ഓരോ ക്ലോക്ക് സൈക്കിൾസിലും ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടതാണ്. 4th ക്ലോക്ക് സൈക്കിളിൽ ഫസ്റ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന ഓരോ ക്ലോക്ക് സൈക്കിളിലും ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ n ടാസ്ക് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമാണ് k ഇൻറ്റു ടി പി. ദെൻ റിമൈനിങ് ആയിട്ട് വരുന്ന n മൈനസ് 1 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? റിമൈനിങ് ആയിട്ട് വരുന്ന ഓരോ ക്ലോക്ക് സൈക്കിൾസിലും ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ദെൻ നമുക്കറിയാം ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു ക്ലോക്കിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ടി പി ആണ്. റിമൈനിങ് ആയിട്ട് n മൈനസ് 1 ടാസ്ക് ആണ് ഉള്ളത്. സോ ദ ടോട്ടൽ ടൈം ടു എക്സിക്യൂട്ട് ദ റിമൈനിങ് n മൈനസ് 1 ടാസ്ക് വിൽ ബി n minus 1 into TP. TP is the clock period and n minus 1 is the number of remaining task. Okay, then n minus 1 into TP will be the total time required for the execution of remaining n minus 1 task. Okay, then total time എത്രയാണ് വരുന്നുണ്ടായിരിക്കുക? ഫസ്റ്റ് ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് k TP യും റിമൈനിങ് ആയിട്ട് n minus 1 ടാസ്കിൻ്റെ എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് n minus 1 into TP ആണ്. Then we can add these two to get the total time of execution for the n tasks. Okay, then k TP plus n minus 1 TP. Then TP can take outside k plus n minus 1 into TP. This is the time required for a k segment pipeline structure to execute n tasks. Okay, then next നമുക്കൊരു നോൺ പൈപ്പ്ലൈൻ സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. ഒരു നോൺ പൈപ്പ്ലൈൻ സർക്യൂട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇഫ് യു വോണ്ട് ടു എക്സിക്യൂട്ട് n ടാസ്ക്സ് സച്ച് ദാറ്റ് ഈച്ച് ടാസ്ക് കംപ്ലീറ്റ് ഇൻ എ ടൈം ഓഫ് Tn, then total time of execution of n task will be equal to n into Tn. ഓക്കെ, അതായത് നോൺ പൈപ്പ്ലൈൻ്റെ സർക്യൂട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് n ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, ദെൻ ഓരോ ടാസ്കും നമ്മൾ സബ് ടാസ്ക് ആയിട്ടൊന്നും കൺസിഡർ ചെയ്യുന്നില്ല, കാരണം പൈപ്പ്ലൈൻ സ്ട്രക്ചർ അല്ല. നോൺ പൈപ്പ്ലൈൻ സ്ട്രക്ചർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു കംപ്ലീറ്റ് ടാസ്കിൻ്റെ എക്സിക്യൂഷൻ ടൈമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദ കംപ്ലീറ്റ് ടാസ്ക് എക്സിക്യൂട്ട് ഇൻ എ ടൈം ഓഫ് Tn. ഓക്കെ, ദെൻ നമുക്ക് n ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ടോട്ടൽ ടൈം എന്തായിരിക്കും? n ഇൻറ്റു Tn ആയിരിക്കും. നോൺ പൈപ്പ്ലൈൻ സർക്യൂട്ടിനകത്ത് n ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ദ ടോട്ടൽ ടൈം വിൽ ബി n ഇൻറ്റു Tn, വേർ Tn ഇസ് ദ ടൈം റിക്വയർഡ് ഫോർ എ കംപ്ലീറ്റ് ടാസ്ക്. Okay, then consider a ratio which is the speed of pipeline circuit over non-pipeline circuit. Okay, അതായത് നോൺ പൈപ്പ്ലൈൻ സർക്യൂട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ പൈപ്പ്ലൈൻ സ്ട്രക്ചറിൻ്റെ സ്പീഡാണ് നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. S will be equal to NTN divided by K plus n minus 1 into TP. Here, this NTN is the time required for executing n task in the non-pipeline structure, and this K plus n minus 1 into TP is the time required for a pipeline circuit to execute the n tasks. Okay, then consider this portion, that is K plus n minus 1. Okay, here K is the number of segments and n is the number of tasks. Okay, then if the number of tasks is very high, then k will be small compared to n. Okay, k എന്ന് പറയുന്നത് സെഗ്മെൻറ്റ്സിൻ്റെ നമ്പറാണ്, n എന്ന് പറയുന്നത് ടാസ്കിൻ്റെ നമ്പറാണ്. ഇഫ് ദ നമ്പർ ഓഫ് ടാസ്ക് ദാറ്റ് വി നീഡ് ടു എക്സിക്യൂട്ട് ഈസ് വെരി ഹൈ, then we can say that this k is negligible. So k minus 1 is also negligible compared to n. ഓക്കെ, ദെൻ നമ്മളിവിടെ k മൈനസ് 1 എന്ന് പറയുന്നൊരു ഫാക്ടർ അവിടെ നെഗ്ലക്റ്റ് ചെയ്യാണ്, ബിക്കോസ് ഇറ്റ് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു n വെൻ ദ നമ്പർ ഓഫ് ടാസ്ക് ദാറ്റ് വി നീഡ് ടു എക്സിക്യൂട്ട് ഈസ് ലാർജ്. ഓക്കെ, ദെൻ ദ എക്സ്പ്രഷൻ വിൽ ബി s is equal to NTN divided by NTP. So n can be cancelled to then the expression will be s is equal to Tn divided by Tp. Then we know that this Tn is the time required for the complete execution of a single task, and this Tp is the time of a single clock cycle. Okay, then if we assume that the time required to process a single task in the pipeline structure and non-pipeline structure are equal, we can say that this Tn is equal to KTP. അതായത് നമ്മളൊരു പൈപ്പ് ലൈൻ സ്ട്രക്ചറിൽ ഒരു കംപ്ലീറ്റ് ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത് നോൺ പൈപ്പ് ലൈൻ സ്ട്രക്ചറിൽ ഒരു കംപ്ലീറ്റ് ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടൈം റിക്വയർഡ് ടൈം എന്ന് പറയുന്നത് ഈക്വൽ ആണെന്നുള്ളൊരു അസംപ്ഷനിൽ വി ക്യാൻ സേ ദാറ്റ് Tn is equal to KTP. KTP എന്ന് പറയുന്നത് എന്താണ്? KTP is the time required for the task to complete in the pipeline structure. പൈപ്പ്ലൈൻ സ്ട്രക്ചറിൽ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുത്ത ടൈമാണ് KTP എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ if the time required for a task to complete in the non-pipeline structure is the same as this KTP, we can say that Tn is equal to KTP. Okay, then the expression for S will be equal to KTP divided by TP. It is equal to K. Okay, where K is the number of segments. So the speed up ratio of the pipeline structure will be equal to K, which is the number of segments. Okay,